നമസ്കാരം. ഇന്ന് ഒരു സെലിബ്രിറ്റിയുടെ ഗ്രഹനില ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ വളരെയധികം കണ്ടകശനി, അഷ്ടമശനി, അതേപോലെ അഷ്ടമവ്യാഴം, കണ്ടകവ്യാഴം എന്നൊക്കെ പറഞ്ഞ് പല പ്രവചനങ്ങളും ഇറങ്ങുന്നത് കണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ദശാകാലങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ ചില ഗ്രഹനില കണ്ടിട്ട് ഇന്ന കൂറുകാർക്ക് റോക്കറ്റ് പോലെ ഉയരുമെന്നും ലോട്ടറി അടിക്കുമെന്നും അതേപോലെ പലതരത്തിലുള്ള ദോഷങ്ങൾ വരുന്നെന്നും കണ്ടകശനി, ഏഴരാണ്ട് ശനി, ജന്മശനി എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയൊക്കെ വന്നിരിക്കുന്നു. അവനവൻ്റെ ജാതകത്തിൽ എന്താണോ അനുഭവത്തിൽ വരാൻ പറഞ്ഞിരിക്കുന്നത് അത് അനുഭവിച്ചേ പറ്റൂ. അത് കണ്ടകൻ്റെയോ ഏഴരാണ്ട ശനിയുടെയോ ഒന്നും പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ വളരെ മെച്ചോറിറ്റി ഇല്ലാതെ ഉള്ള ചിന്തകളാണ് ആ തരത്തിലേക്ക് എത്തിക്കുന്നത്. കാരണം നമ്മളുടെ മെച്ചോറിറ്റി നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മളെ ആറ്റിറ്റ്യൂഡ് വലുതായിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ അവസ്ഥ നമുക്ക് യഥാർത്ഥത്തിൽ ഈ അഷ്ടമത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്നു അതുകൊണ്ട് എനിക്കെല്ലാം കുഴപ്പമായിരിക്കും, ഞാൻ അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതാവും. അത് ശനി എവിടെയെങ്കിലും കൂടെയൊക്കെ സഞ്ചരിക്കണ്ടേ ജീവിതത്തിൽ. അപ്പം അതിനെ ആ തരത്തിൽ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം, നമ്മുടെ പ്രവൃത്തി മേഖല എന്താണോ ആ പ്രവൃത്തിയിൽ നമ്മൾ പഴയ കണക്ക് തന്നെ ശനി വന്നാലും ശനി പോയാലും വ്യാഴം വന്നാലും വ്യാഴം പോയാലും നമുക്ക് പ്രവർത്തിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു ചിന്ത വന്നാൽ ഏത് കാര്യത്തെയും അതിജീവിക്കാൻ പറ്റും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്രഹനിലയാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. മുകേഷ് അംബാനി. മുകേഷ് അംബാനി എന്നുള്ള ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഏഷ്യയിലെ തന്നെ സെക്കൻഡ് പ്ലേസ് ധനവാനായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് മുകേഷ് അംബാനി. അദ്ദേഹത്തിനും ഞാൻ പല പോസ്റ്റുകളും പറയുമ്പോഴും പറയാറുണ്ട്, അദാനിക്കും അംബാനിക്കും ഒക്കെ കണ്ടകശനി, ഏഴരാണ്ട ശനി വന്നിട്ടുണ്ട്. അത് നമ്മൾ മാത്രമേ ഇങ്ങനെ കോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെയും കൂടെ ഗ്രഹനിലയെ ഒന്ന് പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖല എന്തുകൊണ്ട് ആ തൊഴിൽ മേഖലയിൽ വന്നു, അതേപോലെ എന്താണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന യോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗുണ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതൊന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. 19/4/57 ജനിച്ച ഒരാൾ, യമനിൽ ജനിച്ച ദെൻ ബെറക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ നാട്ടിലല്ല ജനിച്ചത്, 7:53 PM ജനിച്ച ഒരു വ്യക്തിയാണ്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ ധനവാനാണ്. അദ്ദേഹത്തിൻ്റെ ലഗ്നം വൃശ്ചിക ലഗ്നമാണ്. ലഗ്നത്തിൽ ശനി നിൽക്കുന്നു, 2 ചന്ദ്രൻ, 3 ഗുളികൻ. നമ്മുടെ നാട്ടിലെ ഗുളികനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ ഗുളികനില്ല, പക്ഷെ കേരളത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ ഗുളികൻ. ആ കേരളത്തിലെ ആൾക്കാർക്ക് എന്തിനെക്കുറിച്ച് പറഞ്ഞാലും ഗുളികനില്ലാതെ പോയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഗുളികനെയും കൂടെ ഞാനിവിടെ പറഞ്ഞത്. അതായത് 3ഉം 4ഉം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ശനിയുടെ രാശിയിലാണ് ഗുളികൻ നിൽക്കുന്നത്. ഗുളിക ഭവനാധിപനായ ശനി ലഗ്നത്തിൽ നിൽക്കുന്നു, അതും കൂടി ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം പറയാൻ പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് പറയാം. 6 ബുധൻ, ശുക്രൻ, സൂര്യൻ, കേതു, 7 ചൊവ്വ, 10 ഗുരു, 12 സർപ്പൻ. രാഹു കേതുക്കളെയും ഗുളികനെയും ഇല്ലാതെ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ രാഹു ഭാവത്തിൽ ചിന്തിക്കുമ്പം രാഹു കേതുക്കളുടെ കാര്യം ഭാവചിന്തനയിൽ എടുക്കണ്ട എന്ന് പറയുമ്പോൾ ഒരു താഴെ ഒരു കമൻറ്റ് വരും, രാഹുവിൻ്റെ ദശാകാലം വരുന്നുണ്ടല്ലോ. അതെ, രാഹുവിൻ്റെ ദശാകാലം വരുന്നുണ്ട്. അപ്പം ഈ ദശാകാലത്തിൻ്റെ ലോജിക്കും കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സൂര്യൻ്റെ തൊട്ടടുത്ത് തന്നെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ബുധനും ശുക്രനും ഒക്കെ. അത് നമുക്കറിയാം. സൂര്യന് ദശാവർഷം 6 വർഷം, ബുധന് 17 വർഷം, അതിൻ്റെ അടുത്ത് സഞ്ചരിക്കുന്ന ആൾ 20 വർഷം. അതിൻ്റെ ലോജിക്ക് എന്താണ്? അതും കൂടി ആലോചിച്ചിട്ട് വേണം. ഈ രാഹു ദശാകാലം ജാതകത്തിലുണ്ടല്ലോ, ജ്യോതിഷത്തിലുണ്ടല്ലോ എന്നൊക്കെ കമൻ്റ് എഴുതാൻ. അപ്പം ഈ ദശാകാലത്തിൻ്റെ ഒരു ലോജിക്ക് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല. ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനത്തിനൊരു വാല്യൂ ഉണ്ട്. ഗ്രഹങ്ങൾക്ക് സ്ഥാനത്തിന് വാല്യൂ ഉണ്ട്. രാഹു കേതുക്കൾ ഗ്രഹങ്ങളല്ല.
അതുകൊണ്ട് നമുക്ക് ഭാവചിന്തനയിൽ ഗ്രഹങ്ങളെ പാപനായിട്ട്, രാഹുവിനെ സർപ്പനായിട്ട് പറയുന്നതും അതേപോലെ ശനിക്ക് പകരമായിട്ട് ചിന്തിക്കുന്നതും ഒക്കെ തെറ്റാണ് എന്ന് തന്നെ പറയാൻ പറ്റും. ഇനി അതേപോലെ വൃശ്ചിക ലഗ്നത്തിൽ ശനി നിൽക്കുന്നു. ഗുളിക ഭവനാധിപനായ ശനി ആയതുകൊണ്ട് അദ്ദേഹം നശിച്ചു പോയില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി 2ലാണ്, ധനുക്കൂറിലാണ് ജനിച്ചിരിക്കുന്നത്. ധനുക്കൂറിൽ ജനിച്ച ഒരാളായിട്ട് ആൾക്ക് കണ്ടകശനിയൊക്കെ ആയിരുന്നല്ലോ ഒത്രയേ വർഷക്കാലം. അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് മോശമായിട്ട് അനുഭവത്തിൽ വന്ന് ജീവിതത്തിൽ എന്തെങ്കിലും നശിച്ചു പോയോ, ഇല്ലാതെ പോയോ, തൊഴിൽ ചെയ്യാതെ പോയോ എന്ന് കൂടി ആലോചിക്കണം. ഇനി 6ാം ഭാവത്തിലാണ് ബുധനും ശുക്രനും സൂര്യനും. 6ാം ഭാവത്തിൽ ഈ ബുധനും ശുക്രനും സൂര്യനും വന്നിരിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട കർമ്മം. 10ാം ഭാവാധിപൻ കർമാധിപനായ സൂര്യൻ്റെ കൂടെയാണ് ബുധനും ശുക്രനും നിൽക്കുന്നത്. 10ൽ വ്യാഴവും ഉണ്ട്. കൂടാതെ 10ലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. യഥാർത്ഥത്തിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യം ചിന്തിക്കുമ്പോൾ ഏറ്റവും അനുകൂലമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഗ്രഹനിലയും കൂടിയാണ്. ചൊവ്വ 10ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. നമുക്ക് സാധാരണ 10ലേക്ക് വ്യാഴം നിൽക്കുന്നു. ഉയർന്ന പൊസിഷനുള്ള ജോലി, ഏറ്റവും അധികാരപ്പെട്ട ഒരു പൊസിഷൻ. അതെ, അധികാരപ്പെട്ട ഒരു പൊസിഷൻ തന്നെയാണ് ആ വ്യക്തിക്കുള്ളത്. അതേപോലെ തന്നെ 10ാം ഭാവാധിപനായ സൂര്യനെയും വ്യാഴം നോക്കുന്നു. സർവീസ് മേഖലയുമായി ബന്ധമുള്ള ജോലി ആയിരിക്കാം എന്ന് നമുക്ക് പറയാം. സർക്കാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ആകാം എന്നും നമുക്ക് പറയാം. ഇനി ചൊവ്വ 10ലേക്ക് നോക്കുന്നത് കൊണ്ട് യൂണിഫോം ജോബ് പറയുന്ന പോലെ തന്നെയാണ്. ഭൂമിയുടെ കാരകത്വമുള്ള ജോലി പറയാം, ആയുധങ്ങളുടെ കാരകത്വമുള്ള ജോലി പറയാം, എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ പറയാം. അതിൻ്റെയൊക്കെ കണക്ഷൻ ഇവിടെ 10ഉമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നു. പെട്രോ കെമിക്കൽ റിഫൈനിങ് മേഖലയുമായിട്ട് ബന്ധമുള്ള ജോലി, പെട്രോ കെമിക്കൽസ്, പെട്രോളിയം, റിലയൻസ് പെട്രോളിയംസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് ചൊവ്വ. ഭൂമിയുടെ കാരകത്വം, ആ ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബന്ധമാണ് ഇവിടെ 10ഉമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ടെലികോം ബന്ധം, റിലയൻസിൻ്റെ ടെലികോം ബന്ധം, ടെലികമ്മ്യൂണിക്കേഷൻ ബന്ധം, ആ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാരകഗ്രഹമായ ബുധനുമായിട്ട് യോഗം ചെയ്താണ് സൂര്യൻ നിൽക്കുന്നത്. കർമാധിപനായ സൂര്യൻ ബുധനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു. സർവീസ് മേഖലയാണ്, കമ്മ്യൂണിക്കേഷൻ മേഖല, കമ്മ്യൂണിക്കേഷൻ്റെ കാരകഗ്രഹമാണ് അവിടെ ബന്ധം വന്നിരിക്കുന്നത്. 3ാം ഭാവം കൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചിന്തിക്കേണ്ടത്. 3ാം ഭാവാധിപനായ ശനിയും കൂടി 10ഉമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ജോലി അവിടെ വന്നത്. അപ്പം 10ഉമായിട്ട് ബന്ധം വന്നിരിക്കുന്നത് ചൊവ്വയുടെ ബന്ധം കൊണ്ടും അതേപോലെ സൂര്യൻ്റെയും ബുധൻ്റെ ബന്ധം കൊണ്ടും ആ കമ്മ്യൂണിക്കേഷൻ്റെ മേഖല ബന്ധം വന്നു. പിന്നെ അതേപോലെ തന്നെ ശുക്രനും 10ാം ഭാവാധിപനായ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധമുള്ള ജോലി അദ്ദേഹത്തിനുണ്ട്. ഇനി ഇവിടെ 2 ഗ്രഹങ്ങളുടെ പരിവർത്തനം, 6ഉം 7ഉം ഭാവാധിപന്മാർ പരസ്പരം രാശി മാറി നിൽക്കുന്നു. ആ പരിവർത്തനത്തിൻ്റെ ഗുണം സർവീസ് മേഖലയിൽ കൂടിയുള്ളത്, കർമ്മ മേഖലയിൽ കൂടിയുള്ളത് ഒക്കെ അനുഭവത്തിൽ വന്നു എന്നുള്ളത് നമുക്കിവിടെ ചിന്തിക്കണം. ഇവിടെ ഒരു ഗ്രഹത്തിന് ഉച്ചാവസ്ഥയോ നീചാവസ്ഥയോ മൗഢ്യമോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്കിവിടെ ഒരു ദോഷം ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി നമുക്ക് ഇവിടെ പറയാം. അഷ്ടമാധിപൻ ഒരു ഭാവത്തിൽ വന്നാൽ ഭയങ്കര ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കുകയേ വേണ്ട. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റിലയൻസിൻ്റെ ചെയർമാനും MDയും ഒക്കെ ആയിട്ടുള്ള ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരാൾ, കൂടാതെ ഇന്ത്യയിലെ അല്ല ഏഷ്യയിലെ തന്നെ 2nd ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിനോട് കൂടെ തന്നെ ശുക്രൻ സൂര്യൻ്റെ കൂടെ വന്നപ്പോഴൊരു ബിസിനസ്സിൻ്റെ ബന്ധം വന്നു. അതേപോലെ ചന്ദ്രൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നു, ബിസിനസ്സിൽ കൂടിയുള്ള ധനം വരുന്നു. അതേപോലെ തന്നെ 10ാം ഭാവവുമായിട്ട് ചൊവ്വയുടെ ബന്ധം കൊണ്ട് ആ പെട്രോളിയം പ്രോഡക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു. അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഭാഗവുമായിട്ടൊരു ബന്ധം വന്നതിൻ്റെ ഒരു റിലേഷൻ അവിടെ വന്നു. ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധമുള്ളതിൻ്റെ ഒരു റിലേഷൻ വന്നു. അതേപോലെ ഉയർന്ന പൊസിഷനുള്ള ധനവാൻ എന്നുള്ള അവസ്ഥ വ്യാഴം സൂര്യൻ്റെ രാശിയിൽ
ഉച്ചനാകുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ബലം കൊടുത്ത് തന്നെ നമുക്ക് ചിന്തിക്കാം എന്നുള്ളതും കൂടി നമുക്ക് ചേർത്ത് ഇവിടെ അനുഭവത്തിൽ വരുന്നു. അതേപോലെ ഗുളിക ഭവനാധിപനായ ശനി ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയില്ല, എല്ലാം അച്ചീവ് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു സെലിബ്രിറ്റിയുടെ ഗ്രഹനില വെച്ച് തന്നെ ഒന്ന് പറയാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്.